എല്ലാവർക്കും ഷമീർ ടോക്കിലേക്ക് സ്വാഗതം. അറിവും വിജ്ഞാനപരവുമായ കാര്യങ്ങൾ അറിയുവാനും ആസ്വദിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. നാം ജീവിക്കുന്ന പ്രപഞ്ചവും ഭൂമിയും എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ജീവിക്കുന്ന ഭൂമി എത്ര വലിപ്പമുള്ളതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സംസ്ഥാനമായ കേരളം തന്നെ എടുക്കുകയാണെങ്കിൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുകയാണെങ്കിൽ എത്ര സമയമെടുത്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുക? അങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കേരളം പോലത്തെ ചെറുതും വലുതുമായി 28 സംസ്ഥാനം നമ്മുടെ ഇന്ത്യയിലുണ്ട്. കേരളം മുതൽ ജമ്മു കാശ്മീർ വരെ നീണ്ടു കിടക്കുന്ന നമ്മുടെ ഇന്ത്യ എത്ര വലിപ്പമുള്ളതാണെന്ന് സങ്കല്പിക്കുക. നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ വിസ്തീർണം ഏകദേശം 3.28 ദശലക്ഷം കിലോമീറ്ററാണ്. എത്ര വലിപ്പമുള്ള രാജ്യമാണ് നമ്മുടേതെന്ന് മനസ്സിലാക്കുക, സങ്കല്പിക്കുക. നമ്മുടെ ഭൂമിയിലെ റഷ്യ എന്ന രാജ്യം ഇന്ത്യയേക്കാൾ 5 ഇരട്ടി വലിപ്പമുണ്ട്. ഭൂമിയുടെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയുടെ വിസ്തീർണം 17.1 ദശലക്ഷം കിലോമീറ്ററാണ്. ഭൂമിയിലെ നിത്യഹരിത വനമായ ആമസോൺ കാടുകൾ തന്നെ ഇന്ത്യയേക്കാൾ 3 ഇരട്ടി വലിപ്പമുണ്ട്. എത്രത്തോളം വലിപ്പമാണ് ആ കാടുകൾ എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഏകദേശം 195-ൽ കൂടുതൽ രാജ്യങ്ങളുണ്ട്. നമ്മുടെ ഭൂമിയുടെ മൊത്തം വിസ്തീർണം നോക്കുകയാണെങ്കിൽ ഏകദേശം 510 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ നാം ജീവിക്കുന്ന ഈ ഭൂമി എത്ര വലിപ്പവും വിശാലവുമായ ഗ്രഹമാണെന്ന് സങ്കല്പിക്കുക. നമ്മുടെ സൂര്യനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഭൂമിയേക്കാൾ 109 ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. സൂര്യന്റെ വ്യാപ്തം വെച്ച് നോക്കുകയാണെങ്കിൽ സൂര്യന്റെ ഉള്ളിൽ 1,30,000 ഭൂമിയെ ഉൾക്കൊള്ളാൻ സാധിക്കും. അത്രയ്ക്ക് വലിപ്പമുള്ളതാണ് സൂര്യൻ. നാം ജീവിക്കുന്ന ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയിൽ 40 മില്യൺ കോടി നക്ഷത്രങ്ങളുണ്ട്. അതിൽ വെറും ഒരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ. ഈ മിൽക്കി വേ ഗാലക്സിയിൽ യുവൈക്കുട്ടി എന്ന നക്ഷത്രം തന്നെ സൂര്യയേക്കാൾ 1700 മടങ്ങ് വലിപ്പമുണ്ട്. നമ്മുടെ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശം എത്താൻ 8.3 പ്രകാശ മിനിറ്റ് എന്നാണ് വേണ്ടത് എന്ന് നിങ്ങൾക്കറിയുമോ? അതായത് പ്രകാശം 1 മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശ മിനിറ്റ്. പ്രകാശ വർഷം എന്നാൽ പ്രകാശം 1 വർഷം സഞ്ചരിക്കുന്ന സമയമാണ് പ്രകാശ വർഷം എന്ന് പറയുന്നത്. നമ്മുടെ ഗാലക്സിയായി മിൽക്കി വേ എന്ന ഗാലക്സി സൂര്യൻ ഒരു തവണ ചുറ്റാൻ എത്ര സമയം വേണ്ടിവരും എന്ന് നിങ്ങൾക്കറിയുമോ? നമ്മുടെ മിൽക്കി വേ എന്ന ഗാലക്സിയെ ഒരു തവണ ചുറ്റാൻ സൂര്യന് 230 മില്യൺ വർഷം എടുക്കും. ഇതിനെയാണ് കോസ്മിക് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ മിൽക്കി വേ എന്ന ഗാലക്സി എത്ര വലിപ്പമുള്ളതാണ്. മനുഷ്യ മസ്തിഷ്കത്തിന് സങ്കല്പിക്കാൻ സാധിക്കാത്ത വലിപ്പമാണിത്. യൂണിവേഴ്സിലേക്ക് നോക്കുമ്പോൾ മില്യൺ കണക്കിന് ഗാലക്സികൾ നമ്മുടെ യൂണിവേഴ്സിലുണ്ട്. ഇതുപോലെ മില്യൺ കണക്കിന് ഗാലക്സികളിൽ വെറും ഒരു ഗാലക്സി മാത്രമാണ് ഈ മിൽക്കി വേ. അപ്പോൾ എത്ര വിശാലമാണ് ഈ യൂണിവേഴ്സ്. ശാസ്ത്രജ്ഞന്മാരുടെ പുതിയ പഠനപ്രകാരം ഇതുപോലെ ധാരാളം യൂണിവേഴ്സ് ഉണ്ടാകാമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്മുടെ ഗാലക്സിയിലെ നക്ഷത്രങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ ഓരോ നക്ഷത്രങ്ങളെ ചുറ്റിയും ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ മില്യൺ കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അവയെല്ലാം ചുറ്റി ഗ്രഹങ്ങളുണ്ട്. പറഞ്ഞു വന്നത്, നമ്മുടെ ഭൂമിയെപ്പോലെ നമ്മുടെ ഗാലക്സിയിൽ തന്നെ മില്യൺ കണക്കിന് ഭൂമികളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഭൂമിയെപ്പോലെ മില്യൺ കണക്കിന് ഗ്രഹങ്ങൾ നമ്മുടെ ഗാലക്സിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിലെ മില്യൺ കണക്കിന് ഗാലക്സികളിൽ എത്ര മില്യൺ കണക്കിന് ഭൂമികൾ ഉണ്ടാകാം? ഇതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ മനുഷ്യനിലേക്ക് തിരിച്ചു വന്നാൽ മനുഷ്യൻ എത്ര നിസ്സാരവും ചെറുതുമാണ്. ഇതെല്ലാം ചിന്തിച്ചാൽ എന്തിനാണ് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത്? പരസ്പരം മനുഷ്യനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുന്നത്? പാവപ്പെട്ടവർ, പണക്കാർ എല്ലാം വെറുതെ. ഇവിടെ ഭൂമിയിൽ വളരെ കുറച്ചു കാലത്തേക്ക്
ഭൂമിയിൽ ജീവിക്കുന്ന വളരെ ചെറിയ ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ. പറഞ്ഞു വന്നത്, നമ്മുടെ സൂര്യൻ നമ്മുടെ ഗാലക്സിയായി മിൽക്കി വേ ഒരു തവണ ചുറ്റാൻ 230 മില്യൺ വർഷം വേണ്ടിവരുമെന്ന് പറഞ്ഞവല്ലോ. സൂര്യൻ ഉത്ഭവിച്ചതിന് ശേഷം 21ാമത്തെ തവണയാണ് നമ്മുടെ ഗാലക്സിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അതായത് 20ാമത്തെ തവണ ചുറ്റുമ്പോൾ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നത് ദിനോസറുകളും മറ്റു ജീവജാലങ്ങളുമായിരുന്നു. ഇപ്പോൾ 21ാമത്തെ തവണയായിരിക്കുമ്പോൾ ദിനോസറുകളെല്ലാം നാമാവശേഷമാകപ്പെട്ടു. ഇപ്പോൾ മനുഷ്യനാന്റെ ആധിപത്യത്തിലാണുള്ളത്. 22ാമത്തെ തവണ ചുറ്റുമ്പോൾ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്നുള്ള യാതൊരു സാധ്യതയും ചിലപ്പോൾ നിലനിൽപ്പില്ല. കാരണം 23ാമത്തെ തവണ വലം ചുറ്റുമ്പോൾ 230 മില്യൺ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കറിയില്ല മനുഷ്യൻ ഈ ഭൂമിയിൽ ആ സമയത്ത് ഉണ്ടാവുമോ എന്ന്.